എൻ്റെ പേര് വീരേന്ദ്രകുമാർ. വീരു എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാണവീരൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ആ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി അവരെ സഹായിക്കാറുമുണ്ട്. പിന്നെ കുറച്ചു പേരൊക്കെ എന്നെ കോഴിവീരൻ എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ എനിക്ക് വളരെ പ്രചോദനം തരും. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണും അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ എന്നെയാണ് വിളിക്കാറ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. അത് അവർക്ക് തൃപ്തിയുമാണ്. എനിക്ക് വയസ്സ് 50. അത്യാവശ്യം എല്ലാമുണ്ട്. മകുടത്തിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട. ഒരു 8.5 ഇഞ്ചോളം വരും എൻ്റെ കയ്യിലുള്ള മകുടം. ഈ കാരണം കൊണ്ട് 50-ാം വയസ്സിലും എനിക്ക് നല്ല പോലെ അവരുടെ കൂടെ കളിക്കാൻ പറ്റുന്നുണ്ട്. പലരുടെ ദാഹവും ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു 1000-ലേറെ കളിക്കൂട്ടുകാരികളുമായി കളിക്കാറുണ്ട്. വേലക്കാരി, ടീച്ചർ, നേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, അടുത്തുള്ള വീട്ടിലെ ആൻറ്റി, അമ്മൂമ്മയുടെ കൂട്ടുകാരികൾ, വിധവ, ഡിവോഴ്സ്, അങ്ങനെ പല തരത്തിലുള്ള സ്ത്രീകളുണ്ടായിരുന്നു എൻ്റെ ലിസ്റ്റിൽ. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അത് തുടരുന്നു. ഇനി കഥയിലേക്ക് കടക്കാം. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിച്ച കഥയായിരുന്നു. എല്ലാവരും നമ്മളുടെ വാണ സംരംഭം വീട്ടിലെ വേലക്കാരിയുടെ കൂടെയാണ് തുടങ്ങിയിട്ടുണ്ടാവുക. ഞാൻ എൻ്റെ കന്നി വാണത്തിൽ ആരംഭിച്ചത് എൻ്റെ വീട്ടിലെ വേലക്കാരി ലളിതയുടെ കൂടെയാണ് തുടങ്ങിയത്. ഇനി ലളിതയെ പറ്റി പറയാം. ലളിത 36 വയസ്സ് പ്രായം, നല്ല വെളുത്ത ശരീരം, അത്യാവശ്യത്തിന് വേണ്ട എല്ലാ അവയവങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഇവൾ നടക്കുമ്പോൾ ഇവളെ എല്ലാവരും നോക്കി വാ പൊളിച്ച് നിൽക്കും. പിന്നെ വീട്ടിൽ പോയി ഞാനും സ്ഥിരമായിട്ട് ഇവളെ കണ്ടുകൊണ്ടാണ് വാണമടിക്കാറുള്ളത്. അത്രയ്ക്കും ഭംഗിയായിരുന്നു അവൾക്ക്. ലളിതയുടെ വേഷം മുണ്ടും ബ്ലൗസുമാണ് സാധാരണ ധരിക്കാറുള്ളത്. ഒരു തോർത്ത് ഒന്ന് മറയ്ക്കാൻ വയ്ക്കും. നല്ല കറുത്ത കളറാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കളറും ഉണ്ട് താനും. അവളുടെ കെട്ടിയവൻ അവളെ കളഞ്ഞിട്ട് പോയി. അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുകുടിയനായിരുന്നു. 2 കുട്ടികളുണ്ട്, ഒരാണും ഒരു പെണ്ണും. വയസ്സ് 12 വയസ്സ് പെണ്ണിന്. പയ്യന് ഒരു 8 വയസ്സ് കാണും. ലളിത വീട് പോറ്റാൻ വേണ്ടിയായിരുന്നു വീട്ടുജോലിക്ക് വരുന്നത്. ലളിത രാവിലെ 7 മണിക്ക് വരും, പിന്നെ വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ തിരിച്ചു പോകും. ഞാൻ രാവിലെ 8:30-ക്ക് കോളേജിൽ പോകുമായിരുന്നു. 4 മണിക്ക് തിരിച്ചു വരും. അമ്മയും അച്ഛനും ബാങ്കിലാണ് ജോലി. രാവിലെ 9 മണിക്ക് പോയാൽ വൈകിട്ട് 6 മണിക്ക് വരും. അതിനു മുമ്പ് ലളിത രാത്രി ഭക്ഷണവും ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അടുക്കളയുടെ അടുത്തൊരു സ്റ്റോർ റൂമുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു മുറിയും ബാത്റൂമും ഉണ്ട്. അതാണ് ലളിതയ്ക്ക് അമ്മ കൊടുത്തിരിക്കുന്നത്. അവൾക്ക് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാനാണ് ഒരു മുറിയും ഒരു കട്ടിലും കിടക്കയും ഉണ്ട്. അവൾക്ക് കിടക്കാൻ പിന്നെ ഒരു ഫാൻ, ലൈറ്റ്, എല്ലാ സൗകര്യവും ആ റൂമിലുണ്ട്. അന്ന് ഇന്നത്തെ പോലെ മൊബൈലോ ഫോണോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം കളികളുടെ ഫിലിം കാണാറുമില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം കുറച്ചൊക്കെ പുസ്തകങ്ങൾ വായിക്കുക എന്നാണ്. അതും വായിച്ച് ആവശ്യത്തിനനുസരിച്ച് ഞാൻ മേലോട്ട് നോക്കി വാണമിടാറുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് വന്ന ചായ കുടിച്ചിട്ട് നേരെ വീട്ടിനടുത്തുള്ള ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. 6 മണിക്ക് കളി നിർത്തിയാൽ അടുത്തുള്ള എല്ലാ ഒഴിഞ്ഞ വീടിൻ്റെ വരാന്തയിൽ എല്ലാവരും ഇരിക്കും. കുറേ കാര്യം നമ്മുടെ നാട്ടുവർത്താനങ്ങൾ നടക്കും. എൻ്റെ കൂട്ടുകാർ എല്ലാവരുമായി അവരുടെ വേലക്കാരികളുമായിട്ട് കളിച്ച കളികൾ പറയും. ചിലപ്പോൾ എല്ലാവരും ചേർന്ന് നിരന്ന് നിന്ന് വാണമിടൽ തുടങ്ങും. ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോകും. അവർക്കെല്ലാം വേലക്കാരി അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെല്ലാം രാത്രിയിൽ വേലക്കാരിയുടെ മുറിയിലായിരിക്കും കിടക്കാറ്. നേരം വെളുക്കുമ്പോൾ തിരിച്ചു വരും പോലും, അങ്ങനെയാണ് അവർ പറയാറ്.
ഇതെല്ലാം കേട്ടിട്ടായിരുന്നു എനിക്കും ഒരു മോഹം ലളിതയോട് തോന്നിയത്. അവളുടെ വീട്ടിൽ അവൾ പോകുന്നത് കൊണ്ട് ഒരു ചാൻസുമില്ല. എനിക്ക് പേടിയും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഒരുപോലെ പറയും ലളിതയെ വളയ്ക്കാൻ. ഗ്രൗണ്ടിലെ ഫ്രണ്ട് ഗോപി ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടി 2 വർഷം സീനിയറാണ്. ഗോപി സ്ഥിരമായി വീട്ടിലെ വേലക്കാരി ചെല്ലമ്മയെ ഓടത്തുള്ള കളികളായിരുന്നു അവൻ പറയാറ്. ചെല്ലമ്മയ്ക്ക് ഒരു 45 വയസ്സുണ്ട്. ഗോപി അതുകൊണ്ട് എപ്പോഴും പറയും, നീ അവളോടൊന്ന് ചോദിച്ചു നോക്ക്, അവൾ തീർച്ചയായിട്ട് തരും. അവളുടെ കെട്ടിയോൻ കളഞ്ഞിട്ട് പോയതാ. ശരിക്കും പറഞ്ഞാൽ അവൾക്കുമില്ലേ ആഗ്രഹം. നീ അവളുടെ നോട്ടം കണ്ടിട്ടുണ്ടോ? അവൾ നോക്കുന്നത് നിന്നെ ഏത് രീതിയിലാണെന്ന് ശരിക്കും നിനക്കറിയുമോ? ശരിക്കും പറഞ്ഞാൽ നീ ചോദിച്ചാൽ അവൾ അനുസരിക്കും. അവൾ ശരിക്കും വീട്ടിൻ്റെ അടുത്ത് ഏതോ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. അവൾ അവന്മാരെ വിളിച്ച് കൂടെ കളിച്ചാലോ? അവൾക്കുമില്ലേ ചില ആഗ്രഹങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നിൻ്റെ അരികിൽ ഒന്നുമില്ലേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോഴോ അവളൊത്ത് കളിച്ചേരുന്നേ. അവൾക്ക് പേടിയാ. ചെല്ലമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നീ പോടാ, നീ ധൈര്യമായി ചോദിക്കുക, അവൾ തീർച്ചയായും തരും. ഞാൻ 2 തവണ അവളെ വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ അവൾ വന്നില്ല. അവൾക്ക് പേടിയാ, ആരെങ്കിലും കാണും എന്ന് പറഞ്ഞു. നീ നിൻ്റെ വീട്ടിൽ വെച്ച് അവളോട് പറ. അവിടെ വെച്ചിട്ടാണെങ്കിൽ നിനക്ക് സമ്മതമായിരിക്കും. അന്നു തന്നെ അടുത്ത വീട്ടിലെ ജോയി പറഞ്ഞത് അവളെ വീട്ടിലെ വേലക്കാരി മെർസിയെ അവൻ എന്നും രാത്രി അവളുടെ കൂടെയായിരിക്കും.